ട്രൂത്തോമീറ്ററിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ട്രൂത്തോമീറ്റർ പരിശോധിക്കുന്നത് മുഖ്യമന്ത്രി നടത്തിയ മറ്റു ചില പരാമർശങ്ങളാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ ട്രൂത്തോമീറ്റർ പരിശോധിക്കുന്നു. കളവോ അത് വാസ്തവമോ? വഖഫ് ആദ്യത്തെ പ്രധാനപ്പെട്ട പരാമർശത്തിലേക്ക് നമ്മൾ പോകുന്നു. വഖഫ് നിയമത്തിലെ ഹർജികളുടെ തൽസ്ഥിതിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശമാണ് ആദ്യം ട്രൂത്തോമീറ്റർ പരിശോധിക്കുന്നത്. കേൾക്കും. അല്ല, അതിപ്പോൾ സെൻട്രൽ ആക്ട് അല്ലേ? ഇപ്പോൾ കോടതി അതിനെതിരായിട്ട് സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളിയത് കൊണ്ടാണ് പിണറായി സർക്കാർ വഖഫ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഈ രണ്ട് അമുസ്ലിം പ്രതിനിധികളെ ഞങ്ങൾ വെച്ചുകൊള്ളാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ടായിരിക്കും വെക്കായിരുന്നത്. ആണല്ലോ, ബൈൻഡിങ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇല്ലെങ്കിൽ പിണറായി സർക്കാരിന് ഒരു സ്റ്റാൻഡ് എടുക്കാമല്ലോ, വെക്കില്ല. ഈ പരാമർശത്തിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് ട്രൂത്തോമീറ്റർ പരിശോധിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സുപ്രീം കോടതിയുടെ ഡയറി നമ്പർ 18-261/2025 ഇതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ കേസിന്റെ സ്റ്റാറ്റസ് പ്രേക്ഷകർക്ക് കാണാം. കേസിന്റെ നമ്പർ WPC റിട്ട് പെറ്റീഷൻ നമ്പർ 000-276/2025. ഈ കേസിന്റെ സ്റ്റാറ്റസ് 15/5/2026 ഈ കേസ് പരിഗണിച്ചു. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇതിൽ പെൻഡിംഗ് എന്നാണ് സ്റ്റാറ്റസ് കാണിച്ചിരിക്കുന്നത്. ഹർജികളിൽ സുപ്രീം കോടതി ഇതുവരെ ഇറക്കിയത് ഇടക്കാല ഉത്തരവ് മാത്രമാണ്. വഖഫ് നിയമത്തിന്റെ 14-ാം വകുപ്പ് ഉൾപ്പെടെയുള്ള ഒരാക്ഷേപത്തിലും സുപ്രീം കോടതി അന്തിമവാദം കേട്ടിട്ടില്ല. വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുതയിൽ അന്തിമ തീരുമാനവും എടുത്തിട്ടില്ല. ഇനി ഈ വിഷയത്തിൽ മുൻ നിയമമന്ത്രി P. രാജീവ് ഇന്ന് നടത്തിയ പ്രതികരണം കൂടി ഒന്ന് കേൾക്കണം. ഗവൺമെന്റ് കണ്ടിന്യൂറ്റി ആണല്ലോ. ആ ഗവൺമെന്റിന്റെ കേസ് കോടതിയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ കേസ് തള്ളി എന്ന് മുഖ്യമന്ത്രി ആധികാരികമായി പറയുമ്പോൾ കേരളത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പ്രശ്നങ്ങളെ കാണേണ്ടത്? അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒന്നും നോക്കുന്നില്ലേ? ഈ കേസ് ഇപ്പോഴും ഉണ്ട്, അതിന്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല, ഗൗരവമായ പ്രശ്നമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രേഖകളിൽ നിന്ന് ഡയറി നമ്പർ 18-261/2025, കേസ് നമ്പർ 276-15/2026 കേസ് കേട്ടു. ഇനി അത് 25/8/2026 ഈ റെഡ് പെറ്റീഷനുകളെല്ലാം 70ഓളം ഹർജികൾ ഒരൊറ്റ പെറ്റീഷനായിട്ട് വീണ്ടും സുപ്രീം കോടതി കേൾക്കാനിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാ ഹർജികളും തള്ളി എന്നാണ്. രേഖകളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് വഖഫ് നിയമം ചോദ്യം ചെയ്ത ഹർജികൾ സുപ്രീം കോടതി തള്ളി എന്ന വാദം തെറ്റാണ് എന്നാണ്. ട്രൂത്തോമീറ്റർ പറയുന്നു ആ പ്രസ്താവന ശരിയല്ല. അല്ല, അതിപ്പോൾ സെൻട്രൽ ആക്ട് അല്ലേ? ഇപ്പോൾ കോടതി അതിനെതിരായിട്ട് സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളി. വഖഫുമായി പറഞ്ഞ എല്ലാം നുണയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എങ്ങനെയാ ഇത്രയും ആധികാരികമായി പറയാൻ പറ്റൂ? ഇംഗ്ലീഷും മലയാളത്തിലും പറഞ്ഞ നുണയാണ്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിൽ പറഞ്ഞതും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. രണ്ടാമത്, വഖഫ് ബോർഡ് രൂപീകരണത്തിലും മുഖ്യമന്ത്രി ഇന്നൊരു പരാമർശം നടത്തി. ആ പരാമർശം കാണും. 2025 ഇത് വഖഫ് പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ എതിർപ്പുകൾ, പ്രതിപക്ഷം മുഴുവൻ എതിർത്ത് ഇത് പാസാക്കിയ വഖഫ് ആക്ട്, സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി രൂപീകരിച്ച വഖഫ് ബോർഡാണ് കേരളത്തിൽ. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി വഖഫ് ബോർഡ് രൂപീകരിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളം വിജ്ഞാപനം പുറത്തിറക്കിയത് 2026 ഫെബ്രുവരി 4 ഈ വർഷം. ഇത് പ്രേക്ഷകർ കാണുന്നത് കേരളം പുറത്തിറക്കിയ വിജ്ഞാപനമാണ്. തീയതി 2026 ഫെബ്രുവരി 4. ഇനി നമുക്ക് മറ്റൊരു വിജ്ഞാപനം കൂടി നോക്കാം. തമിഴ്നാട് സർക്കാരിൻ്റെ 2025 നവംബർ 28 ഈ വിജ്ഞാപനം തമിഴ്നാട് സർക്കാർ പുറത്തിറക്കുന്നത്. രണ്ട് രേഖകളും പരിശോധിച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞത് കളവാണെന്ന് മനസ്സിലാകും. രണ്ടു രേഖകളും ഒരുമിച്ച് കാണും. ഫെബ്രുവരി 2026 2025 നവംബറിന് ശേഷം വന്നത്. 2025 നവംബർ 28 തമിഴ്നാട് സർക്കാർ വിജ്ഞാപനമിറക്കി. 2026 ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ 2026 ഫെബ്രുവരി 4 വിജ്ഞാപനമിറക്കി.
മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാകണമെങ്കിൽ 2026 ഫെബ്രുവരി 4, 2025 നവംബർ 28 മുൻപ് സംഭവിക്കണം. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം കൂടി ഇന്ന് മുഖ്യമന്ത്രി നടത്തി. KSU സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെല്ലാവരും കണ്ടതാണ്. തേവര SH കോളേജിൽ അലോഷ്യസ് സേവനും മുഖ്യമന്ത്രിയും പങ്കെടുത്ത പരിപാടിയുടെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇത് അലോഷ്യസ് സേവനാണ്. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് നിൽക്കുന്ന കാഴ്ച കാണാം. അലോഷ്യസ് സേവന്റെ തൊട്ടു മുന്നിലൂടെ മുഖ്യമന്ത്രി പോകുന്നതും പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇടത്തേക്ക് തിരിഞ്ഞ് അലോഷ്യസ് സേവനെ നോക്കാതെയാണ് പോകുന്നത്. ഇനി ഈ പരിപാടിയിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യം കൂടി പ്രേക്ഷകർ കാണണം. മുഖ്യമന്ത്രി വേദിയിലിരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അലോഷ്യസിനെയാണ്. മുഖ്യമന്ത്രി വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ തൊട്ടു മുന്നിൽ സദസ്സിൽ ആദ്യ നിരയിൽ മറ്റൊരു തടസ്സവുമില്ലാതെ അലോഷ്യസ് സേവനിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മുൻപിൽ, അതായത് അലോഷ്യസ് സേവന്റെ മുൻപിൽ മറ്റാരും ഇരിപ്പില്ല. മുഖ്യമന്ത്രി വേദിയിലിരിക്കുന്നു. സദസ്സിൽ ആദ്യ നിരയിൽ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇരിക്കുന്നു. വേദിയിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അലോഷ്യസ് സേവനെ കാണാമെന്നതേ ഉള്ളൂ. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഒന്ന് കേൾക്കാം. ഒരാൾക്കും എൻ്റെ ഓഫീസ് ഇതുവരെ അനുമതി നിഷേധിച്ചിട്ടില്ല. KSU പ്രസിഡന്റ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജില്ലക്കാരനായിരുന്നു, എൻ്റെ ജില്ലയിലെ KSU പ്രസിഡന്റ് ആയിരുന്ന ആളെ കണ്ടിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു വാർത്ത. ഞാൻ നിൽക്കുന്നൊരു ഫ്രെയിമിൽ അദ്ദേഹം ഉണ്ട്, ഞാൻ പിന്നീടാണ് കാണുന്നത്. മാത്രമല്ല അന്ന് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിലുണ്ട് എന്നുകൂടി എൻ്റെ ഓഫീസ് അദ്ദേഹത്തെ അറിയിച്ചത്. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. അന്ന് തേവര SH കോളേജിലെ പരിപാടിയിൽ മുഖ്യമന്ത്രിയും അലോഷ്യസ് സേവനും ഉണ്ടായിരുന്നത് ഏകദേശം 1 മണിക്കൂർ സമയമാണ്. അതായത് 5-10 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയോ അലോഷ്യസ് സേവനോ പരസ്പരം കണ്ടുപോവുകയല്ല ചെയ്തത്. ഏകദേശം 1 മണിക്കൂറോളം മുഖ്യമന്ത്രി വേദിയിലും അലോഷ്യസ് സേവൻ സദസ്സിലെ മുൻനിരയിലുമാണ്. പിന്നീടാണ് മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അലോഷ്യസ് സേവനയുടെ തൊട്ടു മുന്നിലൂടെ കടന്നു പോകുന്നത്.